വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജൂഡ് ആൻ്റണി ജോസഫ് 2018 ശേഷം വിസ്മയ മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന സിനിമയെക്കുറിച്ചാണ്. സത്യം പറയട്ടെ, എനിക്ക് വിസ്മയെ കൊണ്ട് ഈ സിനിമ ചെയ്യാൻ പറ്റുന്ന യാതൊരുവിധ പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പ്രണവ് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ, അത് അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു നടനായിട്ട് പ്രണവിന് ചെയ്യാൻ പറ്റും. പ്രണവിൻ്റേതായ കുറച്ച് കഴിവുകളൊക്കെ ഉണ്ട്, സ്റ്റണ്ടും ഫ്ലെക്സിബിലിറ്റി അങ്ങനത്തെയൊക്കെ കുറച്ച് സാധനങ്ങൾ. അതൊക്കെ വെച്ച് പ്രണവ് മുന്നിലോട്ടേക്ക് പോകുന്ന എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ വിസ്മയുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ഇതുവരെ ഒരു ക്യാമറയുടെ മുമ്പിൽ വരെ വന്നിട്ടില്ലാത്ത വിസ്മയ, ഒരു സൗണ്ട് കൂടി നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു വിസ്മയനെക്കുറിച്ച് ഒരിക്കലും ഇങ്ങനൊരു സിനിമ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ വിസ്മയം ഞെട്ടിച്ചു. സാധാരണ നമ്മൾ എത്രയോ മലയാള സിനിമകളിൽ സ്റ്റണ്ടും കാര്യങ്ങളെല്ലാം കാണും, മെയിൽ ആക്ടേഴ്സിൻ്റെ, അത് തന്നെ സഹിക്കാൻ പറ്റില്ല. ക്യാമറ ട്രിക്സും ഗിമിക്സും ഒക്കെ വെച്ച് ഓരോരുത്തന്മാർ ചെയ്യുന്ന കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞാൽ കഷ്ടം തോന്നും. കുറച്ച് സെൻസിബിലിറ്റിയും കുറച്ച് സിനിമാ പരിചയമൊക്കെ ഉള്ള ആൾക്കാർ തന്നെ കാണുകയാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് പലരും സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുക. പക്ഷേ ഇത് വിസ്മയ തൂക്കി. ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കഥയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലില്ല. ഒരു സിമ്പിൾ സ്റ്റോറി, വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറി, ഏതൊരു വീട്ടിലും എവിടെയും നടക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി. ഒരുപാട് സാഹചര്യങ്ങൾ, ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചിലപ്പം പല സിനിമകളിലുമായിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയാണ്. അതിന് നമ്മൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ ആൻഡ് ടെക്നിക്കൽ ടീം. ആശീർവാദ് സിനിമാസിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്നൊരു സിനിമ, വിസ്മയ മോഹൻലാൽ തുടക്കം കുറിക്കുന്ന ഒരു സിനിമ. ആ രണ്ട് ഫാക്ടേഴ്സും വെച്ചുകൊണ്ട് തന്നെ ടെക്നിക്കൽ ടീം ടോപ്പ് നോച്ച് ആക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡയറക്ടറെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ജോമോൻ ടി ജോൺ, ചമ്മൻ ചാക്കോ, അതുപോലെ തന്നെ സ്റ്റണ്ടിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ആക്ഷനിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ പല പല കാര്യങ്ങൾ, എല്ലാം മികച്ച ടീമുകൾ. മ്യൂസിക് ബൈ ജെയ്ക്സ് ബിജോയ്. ഒരു സ്ഥലത്തു കൂടി വൃത്തികേടായിട്ട് മുഴക്കം കൂട്ടി നിൽക്കുന്ന ഒരു മ്യൂസിക്കായിട്ട് തോന്നിയിട്ടില്ല. അവിടെയൊക്കെ മികച്ച മ്യൂസിക് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ വിസ്മയുടെ ഒരു ആദ്യ സിനിമ, ഒരു സ്റ്റാർ കിഡിൻ്റെ ഒരു ആദ്യ സിനിമയാണെന്ന് ഒട്ടും തോന്നിക്കാത്ത തരത്തിലാണ് വിസ്മയ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി വിസ്മയുടെ ട്രാൻസ്ഫോർമേഷൻ ഇപ്പം തന്നെ ആൾക്കാരൊക്കെ ഒരുവിധം അറിഞ്ഞിട്ടുണ്ടാവും. ഇതിൽ നല്ല കിണ്ണം കാച്ചിയ ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അതും പെർഫെക്ഷനോട് കൂടി. വിസ്മയ ടെക്നിക്കലി ഈ ഒരു സംഭവത്തിൽ മൗത്തായാലും മറ്റുള്ള കരാട്ടയിലും കാര്യങ്ങളിലെല്ലാം പ്രൊഫഷണലി ട്രെയിൻഡ് ആയതിൻ്റെ ക്വാളിറ്റി ഇതിൽ കാണുന്നുണ്ട്. അല്ലാതെ ഗിമിക്സ് കാണിച്ച് ഇങ്ങനൊരു സംഭവത്തെ കൊണ്ടുപോയി വെച്ചല്ല. ഷീ ഈസ് ടൈലർ മെയ്ഡ് ഫോർ ദാറ്റ്. ഇതുപോലെയുള്ള സിനിമകൾ വിസ്മയ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊളിക്കും. ഒരു ആക്ഷൻ ഹീറോ ഫിഗർ, ഒരു സൂപ്പർ ഹീറോ ഫിഗർ, അല്ലെങ്കിൽ പോലീസ് കഥാപാത്രം, അല്ലെങ്കിൽ ഒരു വില്ലെത്തിയായിട്ട് എല്ലാം പൊളിക്കും. ആക്ടിങ്ങിൽ വളരെ മിതമായിട്ടുള്ള പല സാഹചര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇതിലുള്ളൂ. അത് ഡയറക്ടറിൻ്റെ കഴിവ്. അത്രത്തോളം അഭിനയിച്ച് ഇങ്ങനെ പ്രകടിപ്പിക്കേണ്ട തരത്തിലുള്ള സംഭവമൊന്നുമില്ല. എന്നാലും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വൃത്തിയുണ്ട്. വൃത്തികേടെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല. അത് നോക്കിയാൽ മതി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ ആൻ്റണിയുടെ മോൻ ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന ആശിഷ് ആണ് പേരെന്ന് എനിക്ക് തോന്നുന്നു. ആ പുള്ളിക്കാരൻ്റെ ഒരു ഇമ്പാക്റ്റ്, കൊടൂര വില്ലൻ എന്നുള്ള കാര്യത്തിൽ വൃത്തികെട്ട, ലോകത്തിലുള്ള ഏറ്റവും വൃത്തികെട്ട എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് വില്ലൻ ക്യാരക്ടറായിട്ട് തോന്നിയിട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്യാരക്ടർ ആദ്യം തന്നെ നല്ല രീതിയിൽ പിടിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ആശിഷിന് കുറച്ചും കൂടി ഡയലോഗ്സ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പേഴ്സണലി എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. കാരണം ഡയലോഗ്സ് ഒന്നും ഇല്ലാണ്ട് ഒരു വില്ലൻ്റെ ക്യാരക്ടർ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറണമെങ്കിൽ ആ രീതിയിലുള്ള കഥാപാത്രമായിരിക്കണം. ലോകത്തിൽ ആരും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കൈൻഡ് ഓഫ് കഥാപാത്രമായിരിക്കണം. ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് മൂവീസ് പോലെ. ഇത് അത്രയും ഭയങ്കര കഥയുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്നാലും ആ വില്ലന് കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായി, കുറച്ചും കൂടി അയാളെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആവും, അല്ലെങ്കിൽ അയാളുമായിട്ട് കണക്റ്റഡ് ആവുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു. അതെന്തുകൊണ്ടോ വെച്ചിട്ടില്ല അവർ. എനിക്കറിയില്ല അതിൻ്റെ റീസൺ എന്താ. നിങ്ങൾക്കത് നല്ല കാര്യമായിട്ടാണോ മോശം കാര്യമായിട്ടാണോ തോന്നിയെന്നുള്ള കാര്യം നിങ്ങൾ കമൻസ് ആയിട്ടിടും. ഇത്രയൊക്കെയുള്ളൂ വിസ്മയുടെ തുടക്കം. എന്തായാലും ഞെട്ടിച്ചു കളഞ്ഞു. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിജയം. എനിക്ക് തോന്നുന്നു ഫാമിലിയും കാര്യങ്ങൾക്കെല്ലാം എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ സിനിമ ആകെ 2 മണിക്കൂർ 19 മിനിറ്റേ ഉള്ളൂ. അത് എൻഗേജിങ് ആയിട്ട് ഫുൾ ഓൺ ആദ്യം തൊട്ട് അവസാനം വരെ ഒട്ടും ബോറടിപ്പിക്കാത്ത, അയ്യോ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയേ, ഇങ്ങനെ ഒന്നും തോന്നിക്കാതെ തന്നെ എൻഗേജിങ് ആയിട്ട് ഈ സിനിമ പോയിട്ടുണ്ട്. എല്ലാം കൂടി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അടുത്ത കാലത്ത് മലയാളത്തിൽ കണ്ടതിൽ വെച്ചിട്ട് ഒരു ഡീസൻറ്റ് വാച്ച്. അത് ലാലേട്ടൻ്റെ മകളോട് കൂടിയിട്ടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ അത് എടുത്ത് മാറ്റി വെച്ചാൽ തന്നെ വിസ്മയുടേതായ ഒരു പഞ്ച് അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ ഈ സിനിമയിലുണ്ട്. അത് അതിൻ്റെ ആക്ഷൻ സീക്വൻസ് ആണ്. അത് ബ്യൂട്ടിഫുള്ളി കൊറിയോഗ്രാഫ്ഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളി ഡാൻസ്ഡ്.
സ്റ്റണ്ട് സീക്വൻസസ് ആണ്. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻസ് ആയിട്ടിടൂ. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ്, ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ.